നമ്മൾ ഇപ്പോൾ ഉള്ളത് കുണ്ടൂർ അത്താണിക്കലുള്ള ഒരു നഴ്സറിയിലാണ്. അതായത് പ്ലാന്റ് പാർക്ക് എന്നാണ് ഈ ഒരു നഴ്സറിയുടെ പേര്. അപ്പോൾ നമുക്ക് എല്ലാവിധ ചെടികളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ അവൈലബിൾ ആണ്. നല്ല നല്ല തൈകളാണ് കേട്ടോ. ഇവിടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ ഒരു ബോർഡ് നമുക്ക് വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. അപ്പം അതിലെല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. നമ്പറും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അവിടെ എല്ലാം ഇതും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബോർഡിൽ. പിന്നെ നമ്മൾ കയറുകയാണ് അപ്പോൾ നഴ്സറിയിലോട്ടേക്ക്. അപ്പം കയറുന്നോടത്ത് തന്നെ 2 ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 ചെടികളൊക്കെ സൈഡിലിങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനത്തെ ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് കയറി നോക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കടലാസം പൂവിൻ്റെ കുറേ തൈകളാണ് കേട്ടോ ആ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് പിന്നെ ഈ ഒരു ചെടികളും ഇതും അതുതന്നെയാണ്. പക്ഷെ എൻ്റെ ലീഫിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ചെടികളുടെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടേക്കാണ് കയറിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ പാമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നല്ല രസമുള്ളതുണ്ട്. ഇത് നമ്മുടെ മൾബറിയുടെ തൈകളാണ് കേട്ടോ. മൾബറി ചിലത് കാഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവാണ്. അപ്പം മാവിൽ കാഴ്ചതൊക്കെ ഉണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയാണ് തോന്നുന്നു. ഇത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചെറിയൊരു മാവിൽ നല്ല വലിപ്പമുള്ളൊരു മാങ്ങ കഴിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസത്തിലത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഓരോരോ ഫ്രൂട്ട്സുകളാണ്. അപ്പം എനിക്ക് അങ്ങനെ നെയിംസൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൾബറി ഞാൻ കാണിച്ചു തരാൻ കണ്ടോ. അപ്പോൾ ഇതാ മൾബറി കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതിന് കുറേ ഉണ്ട്. അതും നല്ല വിലക്കുറവിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ കിട്ടുന്നത് കണ്ടോ. ഇവിടെയൊക്കെ അവർ മാവ് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. നല്ലത് വലിയ തൈകളാണ് ഇവിടെ കൂടുതൽ വെച്ചിട്ടുള്ളത്. ചെറുതങ്ങനെ ഇല്ല, കാരണം നല്ല വലിയ വലുപ്പമുള്ള തൈകളാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മാംഗോസ്ട്രീനാണ്. മാംഗോസ്ട്രീനും റംബൂട്ടാണ്. മാംഗോസ്ട്രീന് ഈ ഒരു ചെറിയ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ തൈകളും അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ റംബൂട്ടാനും ആണ് ഉള്ളത്. ഇപ്പുറത്തെ റംബൂട്ടാൻ ഇവർ അങ്ങനെ കവറിലാണ് കേട്ടോ നല്ല നല്ല ഹെൽത്തി തൈകളായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ജാതിക്കയാണ്. ജാതിക്കൻ്റെ ഒരുപാട് തൈകളോട് അങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇത് മാംഗോ ആണ്. പിന്നെ ഇത് നമ്മുടെ സപ്പോർട്ടയാണ്. സപ്പോർട്ടൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ചെറുതാണ് കണ്ടിരുന്നത്, പിന്നെയാണ് ഞാൻ വലുത് കണ്ടിട്ടുള്ളത്. അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ തെങ്ങിൻ്റെ തൈകളാണ് കേട്ടോ. കുറേ വെറൈറ്റി തെങ്ങുകളുണ്ട്. എനിക്ക് പേരുകളൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എനിക്കറിയില്ലാന്ന്. അപ്പം ഇവിടെ ഒരുപാട് എണ്ണം അവർ വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഓരോന്നിൻ്റെ ഏതെല്ലാം പ്രത്യേകതകളുണ്ട്. കുള്ളൻ തൈ, പിന്നെ അതുപോലെ തന്നെ മലേഷ്യൻ തെങ്ങ് തൈ, ഇങ്ങനെയുള്ളൊക്കെ ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്ലാന്റ്സ്, അതായത് ചെടികളെ സെക്ഷനിലോട്ടേക്കാണ് ഇനി പോകുന്നത്. ഫ്രൂട്ട്സ് ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേരുകളൊന്നും അങ്ങനെ ഇതിൻ്റെ ഒന്നും പിടുത്തമില്ല. പിന്നെ ചെടികളൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇത് ഒരു പൈനാപ്പിളിൻ്റെ ലീഫ് ഉള്ളൊരു ലീഫ്, ഫ്രൂട്ടല്ല പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതെല്ലാവരുടെയും വീട്ടിൽ നമ്മൾ സാധാരണ കാണുന്ന ചെടിയാണ് കേട്ടോ. അതൊക്കെ എനിക്കറിയാം കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗാർഡൻ തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇവിടെ വന്ന് മാക്സിമം സെയിൽ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ റോസാ ചെടികളും അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലാമോ നല്ല വലുപ്പമുള്ള ഏകദേശം വലുപ്പമായിട്ടോ ഒരു ചക്ക കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണിച്ചത്. പക്ഷേ അതൊരു ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ വെച്ചിട്ടും അത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതാണ് നല്ല രസമുണ്ട് പറഞ്ഞാൽ അടിപൊളിയൊക്കെ അത് നല്ല രീതിക്ക് കായ്ച്ച് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ സൈഡിൽ നമ്മുടെ ആന്തോറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ. ആന്തോറിയം പല കളേഴ്സിലും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫിലഡൻഡ്രോൺ ലെമൺ ലൈൻ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. അവരൊരു കൊള്ളിന്മേ പടർത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫോട്ടോസാണ്. ഫോട്ടോസ് ഞാൻ അങ്ങനെ കാണാത്തൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി. അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസും പിന്നെ തട്ടൽ പഴയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള. പിന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഫോണാണ്. ഈ ഒരു ഫോണിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള അതിൻ്റെ ലീഫാണ്. ഞാൻ ആദ്യം കണ്ടപ്പോഴും തൊട്ടപ്പോഴും വരെ എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അത് ടെക്സ്ചർ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് റിയലായിട്ട് പ്ലാന്റ് തന്നെയാണ്. നല്ല അടിപൊളി ഒരു ഫോൺ. ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അത് അവർ ഹാങ് ചെയ്തപ്പോൾ പ്രത്യേകിച്ചൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഹാങ് ചെയ്യുമ്പോൾ നല്ല റിസ്റ്റിലത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് എല്ലാവർക്കും പറയുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതൊക്കെ വിദേശിയനും ഫ്രൂട്ടുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെടികൾ തന്നെയാണ് അവിടെയൊക്കെ. അത് കണ്ണാടി ചെടിയാണ്. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനിലോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ പല വെറൈറ്റിയാണ്. ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അവിടെയുള്ള പ്ലാന്റ്സിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നല്ല വിലക്കുറവുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിന് നല്ല വിലക്കുറവ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ കൂടുതലും വെച്ചിട്ടുള്ളത്. പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ പിങ്ക് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മുടെ കലാത്തിയുടെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിങ്കോണിയം, എലിഫൻ്റ് ഇയർ അങ്ങനെയുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സിങ്കോണിയം പല വെറൈറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിങ്ക് ആയാലും ഗ്രീൻ ആയാലും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഫിലഡൻഡ്രോൺ ആണ് ഇവിടെ കാണുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ CC പ്ലാന്റ്, ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ നടാൻ വേണ്ടിയുള്ള പോട്ടും അതുപോലെ തന്നെ അതിനുള്ള വളവും പിന്നെ ഇവിടെ ഒരു ഫിഷും അങ്ങനെയുള്ള മീനുകളും പിന്നെ മുയലിങ്ങനെയുള്ള കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനാവശ്യമുള്ള ഫുഡും പിന്നെ ചെടി ചട്ടികളും ഇൻഡോർ പോട്ടും ഔട്ട്ഡോർ പോട്ടും ചെടികൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് അവർ തന്നെ ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി അതുപോലെ ചെയ്ത് നമ്മൾ ചെടികൾ അടിപൊളിയായിട്ട് വളരും കേട്ടോ.
പിന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മുളകുകളാണ് കേട്ടോ, പല കളറിലുള്ള മുളകുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ഒരു ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കടലാസം പൂ നല്ല രീതിക്ക് തന്നെ ഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ അലോവേരയുടെ സെക്ഷനാണ്. അലോവേര നല്ലൊരു ഔഷധമുള്ള ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മീനുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന്. അപ്പം ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ മീനുകൾ ഇവിടെ ഇങ്ങനെ ഒരു അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടമുള്ളവർ എന്തായാലും ഇവിടെ വന്ന് ഒന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളിയാണ്. എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾ, നമ്മുടെ ഗപ്പി, അതുപോലെ തന്നെ എന്താ പറയുക ചോക്ലേറ്റ് മോളി ഫിഷസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന ഫൈറ്ററാണ്. ഇതിലേക്ക് അവസാനം ഞാൻ കാണിക്കുന്ന ഫൈറ്റർ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അതിൻ്റെ ഇയർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഫൈറ്റർ ഇതാണ്, കാരണം അതിൻ്റെ ഇയർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് നമ്മളെ ലവ് ബേർഡ്സാണ്. ലവ് ബേർഡ്സ് കുറേ ഉണ്ട്. അതിൽ അവർ കൂട്ടിലാക്കിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കൂട് വേണമെങ്കിൽ നമുക്ക് അതും വാങ്ങാം കേട്ടോ. പിന്നെ കുറേ വിചിത്രമായ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം എന്താണെന്നറിയില്ല. ഇവൻ പിന്നെ ഇപ്പം കാണിച്ചിട്ടുള്ളത് നമ്മൾ ഗിനിപ്പന്നിയാണ്. ഗിനിപ്പന്നിയാണ് തോന്നുന്നു എൻ്റെ പേര്, അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ അത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ബ്ലാക്കും വൈറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ മുകളിലുള്ളത് കണ്ടോ. പിന്നെ അടിയിലൊരു മുയലാണ് കേട്ടോ കിടക്കുന്നത്. ബ്ലാക്ക്, ഫുൾ ബ്ലാക്കാണ്. പിന്നെ അവറ്റക്ക് വേണ്ടിയുള്ള ആ ഒരു ചട്ടിയും ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതിന് വേണ്ടിയുള്ള ഫുഡുമാണ്. പിന്നെ നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള എല്ലാ ചെടിച്ചട്ടികളും ഇവിടെ ഉണ്ട്. നല്ല വിലക്കുറവാണ് കേട്ടോ. ചട്ടികൾക്ക് പ്രത്യേകിച്ച് വിലക്കുറവുണ്ട് നല്ല. അത് ഇൻഡോർ പോട്ടിനായാലും ഔട്ട്ഡോർ പോട്ടിനായാലും. പിന്നെ ഇതിന് ആവശ്യമുള്ള വളങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണും അതുപോലെ തന്നെ അതിനുള്ള പോട്ടിംഗ് മിക്സിലും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളേക്കുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ ചെറിയൊരു മൊയിലുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറിയൊരു മൊയിലിൻ്റെ കുട്ടിയാണിത്. അതിന് തടവുന്ന നല്ല ഇഷ്ടമാണ് തോന്നുന്നു. നല്ല തടവ് നല്ലോണം ഇവിടെ കിടക്കുന്നുണ്ടത്.